പോസ്റ്റർ കണ്ടാ അറിയല്ലോ. മത്സര രംഗത്തൊക്കെ ഒന്ന് ഇറങ്ങി വെക്കുക. എല്ലാവിധ സപ്പോർട്ടും വേണം. പഞ്ചായത്ത് ഇലക്ഷൻ ആണല്ലോ. ഇപ്പോൾ ഒരുപാട് സ്ഥാനാർത്ഥികൾ എന്നോട് എന്നോട് കുശലങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ചിലർ എന്നോട് പെർമിഷനൊക്കെ എടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ മത്സരിക്കുകയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള റിയാസ് VP എൻ്റെ സുഹൃത്താണ്. അവരോട് പറഞ്ഞു നിങ്ങളോട് പറയാതെ എനിക്കിപ്പോൾ നിൽക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു എടാ ഇലക്ഷനിൽ ജയിക്കുകയോ തോൽക്കുകയോ എന്നുള്ളതല്ല, ഒരു സ്ഥാനാർത്ഥിയാവുക എന്ന് പറഞ്ഞാൽ വലിയൊരു ക്രെഡിറ്റാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വലിയൊരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ ഒരു പെൺകുട്ടി കാൻഡിഡേറ്റ് കാണിക്കാൻ വന്നപ്പോൾ ഞാനും പറഞ്ഞു ജയപരാജയം എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് സ്കില്ലുകളാണ്. പ്രത്യേകിച്ച് ഒരുപാട് പെൺകുട്ടികളൊക്കെ അടുക്കളയിൽ തന്നെ ഒതുക്കിക്കൂടുന്ന പെൺകുട്ടികളൊക്കെ വളരെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ ഇതൊക്കെ തരണം ചെയ്യാനുള്ളൊരു കരുത്ത് ഉണ്ടാക്കിയെടുക്കാൻ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നുണ്ട് സാധ്യമോ എന്നുള്ളതാണ്. പറ്റുന്ന ആൾക്കാരൊക്കെ സ്ഥാനാർത്ഥിയാവാൻ നോക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടക്കൂട് എന്നൊന്നും ഇതിന് നിയമമൊന്നുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ വേണം അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് വേണം ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം അതൊരു മനുഷ്യനും തമ്മിലുള്ള ഹ്യൂമൻ ഇൻട്രാക്ഷൻ, അവരോട് സേവനം ചെയ്യാനുള്ള ഒരു സാഹചര്യം, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാൻ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഒരു സ്ഥാനാർത്ഥിയാവുന്നതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് പാർട്ടി ലാബിൽ നിന്ന് പറഞ്ഞാൽ പാർട്ടി ഒരു പ്രധാനമുള്ളൊരു കാര്യമല്ല. പാർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനും അതിനൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം, അല്ലാണ്ട് ഗവൺമെൻറ്റുകൾക്കൊന്നും ഒരു പാർട്ടിയുമില്ല. ഇപ്പോൾ നമ്മൾ കണ്ടു അമേരിക്കയിൽ മേയറായിട്ട് വന്നു നമ്മുടെ മംദാനി മേയറായി വന്നപ്പം അവിടുത്തെ പ്രസിഡൻറ്റ് ട്രംപിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പം അതുവരെ ഫൈറ്റിങ്ങിലായിരുന്നു. എന്തൊക്കെയോ വേണ്ടാത്തരങ്ങൾ പറഞ്ഞിരുന്നു, എല്ലാം പറഞ്ഞിരുന്നെങ്കിലും അവരേറ്റവും നല്ല ചങ്കുകൾ പോലെ പെരുമാറി. ഇപ്പോൾ എലോൺ മസ്ക് ഇന്ന് പ്രഖ്യാപിച്ചു മംദാനിക്ക് പൂർണ്ണ സപ്പോർട്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു കാര്യം ചെയ്യും. മംദാനിയാണ് ഭാവിയുടെ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞു. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം അതുമാത്രം ഇന്ത്യക്കാരനല്ലെങ്കിലും നമുക്ക് അഭിമാനിക്കുന്ന കാര്യമാണ്. ഒരു ചെറുപ്പക്കാരനാണ്, പുതിയ ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നൊരു നേതാവാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊക്കെ ഈ ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതുകൊണ്ട് കിട്ടുന്നതാണ്. ഒരു സ്ഥാനാർത്ഥിയാകുമ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അങ്ങനെ പലതും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഇലക്ഷൻ പ്രചാരണത്തിനൊക്കെ ആൾക്കാർ ഇറങ്ങണം. ഈ രാഷ്ട്രീയം ഇല്ലാത്തപോലും പ്രചാരണത്തിന് ഇറങ്ങണം. നിങ്ങൾക്ക് മനുഷ്യനുമായുള്ള ഇൻട്രാക്ഷൻ നന്നാക്കാൻ, പ്രത്യേകിച്ച് ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഹ്യൂമൻ സ്കില്ല് നഷ്ടപ്പെട്ട് ഒരു ജയിലറിൽ അടക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇലക്ഷൻ പ്രചാരണത്തിനൊക്കെ ശക്തമായിട്ട് ഇറങ്ങണം. പിന്നെ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളെ മറികടക്കാനുള്ള കരുത്താണ് നൽകുക. നിങ്ങളൊരു പാർട്ടിയുടെ ലാബലിൽ നിന്നോ അല്ലെങ്കിൽ അല്ലാതെയോ നിൽക്കുമ്പോൾ പുറത്തു നിന്നുള്ള ഒരുപാട് വിമർശനങ്ങൾ, ഒരുപാട് ക്രിറ്റിസിസംസ്, ഇതിനൊക്കെ സന്തോഷത്തോടെ മറികടക്കാനുള്ള ഒരു കരുത്ത് കിട്ടും. ഇനി ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കൂടി ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, പരസ്പരം ആലിംഗനം ചെയ്യണം. നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നത് എന്തിനാണ് നമുക്ക് രാഷ്ട്രീയം, എന്തിനാണ് നമുക്ക് ഇലക്ഷൻ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത കൊണ്ടുവരാൻ വേണ്ടിയാണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതിൽ. മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കണം. നമ്മുടെ ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയാണ്. ആ ഈസിനെസ് കൈവരിക്കുമ്പം വെരി ഗുഡ്, നമ്മൾ ഇത്രയും നാൾ ഫൈറ്റ് ചെയ്തു, ഒക്കെ നമ്മൾ ഒന്നാണ് എന്നുള്ളൊരു മെസ്സേജ് നമ്മൾ കൊടുക്കണം. ഓക്കെ, ബൈ.